എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, അതുപോലെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതും മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഞാനിവിടെ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും എണ്ണയൊക്കെ കുടിക്കാതെ എങ്ങനെയാണ് ഇത് നല്ല രുചികരമായിട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തു. അതിലേക്ക് മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ദോശയുടെ മാവോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവോ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത മാവാണ്, അത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി, പുട്ടിന് ഉപയോഗിക്കുന്ന പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, വേണമെന്നുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക്. 1 പിഞ്ച് അല്ലെങ്കിൽ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ. അതോടൊപ്പം 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ പഞ്ചസാര ഇതിൽ കുറച്ചിടണമെന്ന് താല്പര്യമുള്ളവർ കുറച്ചിട്ടാലും മതിയാവും. പക്ഷേ പഴംപൊരിയുടെ ഔട്ടർ പാർട്ട് ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, പഞ്ചസാരയും അരിമാവും ഒക്കെ ഇങ്ങനെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയാൽ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 80 ml വെള്ളമാണ്. അത് നമ്മളുടെ ബാറ്ററിൻ്റെ ആ തിക്നെസ് എത്ര ആവശ്യമാണോ അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം അരിമാവൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾക്ക് അത് കുറച്ച് ലൂസായിട്ടുള്ളതാണ്, ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുമേ. അതേപോലെ മൈദ, പിന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ എങ്ങനെയാണോ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാനിവിടെ അത് കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 80 ml വെള്ളം എടുത്തെങ്കിലും എനിക്കിതിൽ 2 ടീസ്പൂൺ വെള്ളം അധികം വന്നിട്ടുണ്ട്. പഴംപൊരി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും അതേപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. പക്ഷെങ്കിൽ നമ്മളുടെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മാത്രം ഒരു ശ്രദ്ധ ചെലുത്തിയാൽ മതിയേ. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളുടെ പഴംപൊരിയുടെ ഔട്ടർ പോർഷൻ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കുമേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് ഉണ്ടാവേണ്ടത്. നമ്മൾ സ്പൂൺ ഇങ്ങനെ തിരിച്ച് നോക്കുകയാണെങ്കിൽ സ്പൂണെ നല്ലതായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം അതിൻ്റെ പരുവമെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്തു പോയതുമല്ല, എന്നാൽ ഒട്ടും പഴുക്കാത്തതുമല്ല. മീഡിയം പരുവത്തിലുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ ഞാൻ 2ആയിട്ട് അതിനെ കഷണിച്ച് വെക്കുകയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മുറിച്ച് പീസാക്കാവുന്നതാണ്. ഇപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ ഒരു 3 ലെയറായിട്ട് അതിനെ ഒരെണ്ണത്തിനെ തന്നെ കണ്ടിച്ച് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നടുവേ പീസാക്കിയിട്ട് ഒരെണ്ണത്തിനെ തന്നെ 4 പീസാക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ പീസാക്കിയിട്ട് ഈ മാവിൽ നന്നായിട്ട് മുക്കണേ. എന്നിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ഈ മാവിനകത്ത് മുക്കി എല്ലാ ഭാഗത്തും ആ മാവ് പൊതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പം കയ്യേലും ഒക്കെയുള്ള മാവ് ഇതേൽ അധികം വീഴാതൊന്ന് ശ്രദ്ധിക്കണേ. കൈ എപ്പോഴും നമ്മൾ അതിനെ ഒന്ന് ആ പാത്രത്തിലൊന്ന് വടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം ഈ മാവ് എണ്ണയിൽ ഇങ്ങനെ വീണ് പൊരിയായിട്ട് കിടക്കാതെ നല്ലതായിട്ട് നമ്മുടെ പഴംപൊരി നല്ല ഭംഗിയായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുകളിലേക്കൊക്കെ ഈ മാവ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണേ. അപ്പോഴേ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് പൊതിഞ്ഞതിരിക്കത്തുള്ളൂ. അതേപോലെ എണ്ണ തിളച്ച് കിടക്കുന്നതായിരിക്കണം. നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഇടാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഉൾവശമൊന്നും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പിന്നെ ബാക്കി നമ്മളിത് നന്നായിട്ട് മുരിച്ചെടുക്കാനായിട്ട്. അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചൊന്നിട്ട് കൊടുക്കണം. തിരിച്ചുവിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് തന്നെ നമ്മളിതിനെ വറുത്തെടുക്കണേ. കാരണം ഓരോ പീസും അതിൽ മുങ്ങിക്കടന്ന് വേണം ഫ്രൈ ആകാനേ. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും എണ്ണ ഒഴിക്കുന്നതിൽ ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഒന്നാമത് വെളിച്ചെണ്ണയിൽ വറക്കണം. പിന്നെ നമ്മളുടെ ബാറ്റർ ശ്രദ്ധിക്കണം. അതേപോലൊക്കെ പഴം മീഡിയം പഴുത്തതായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രുചികരമായിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.